നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ പിനാക റോക്കറ്റ് ലോഞ്ചറുകളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച് ഈജിപ്തും. തങ്ങളുടെ ദീർഘദൂര പീരങ്കി വ്യൂഹം നവീകരിക്കുന്നതിൻ്റെയും സൈനിക ആവശ്യങ്ങൾക്കായി പല രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പിനാക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വാങ്ങാൻ ഈജിപ്ത് താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവ്, മികച്ച കൃത്യത, പ്രവർത്തനപരമായ വഴക്കം എന്നിവയാണ് പിനാക സിസ്റ്റത്തെ ഇഷ്ടപ്പെടാൻ ഈജിപ്ഷ്യൻ പ്രതിരോധ വിദഗ്ധരെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിവിധ രാജ്യങ്ങളുമായി പ്രതിരോധ സഹകരണം വളർത്തിയെടുക്കാൻ ഈജിപ്തിന് സാധിച്ചിട്ടുണ്ട്. നയതന്ത്ര പ്രശ്നങ്ങൾ, ഉപരോധങ്ങൾ അല്ലെങ്കിൽ വ്യാപാര നിയന്ത്രണങ്ങൾ എന്നിവയുണ്ടായാൽ സ്വന്തം നിലപാടുകളിൽ സ്വതന്ത്രമായി നിൽക്കാനും സുരക്ഷിതമായിരിക്കാനും ഇത് അവരെ സഹായിക്കുന്നു. ഇന്ത്യയുടെ സൈനിക ഉൽപ്പാദന മേഖല വേഗത്തിൽ വളരുന്നതിനാൽ ഈജിപ്തിൻ്റെ സൈന്യത്തെ നവീകരിക്കുന്നതിൽ മികച്ചൊരു പങ്കാളിയായി ഈജിപ്ത് കണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്നത്തെ യുദ്ധകാലത്തിൽ ആധുനിക ഗൈഡഡ് റോക്കറ്റുകൾ അത്യാവശ്യമാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സിസ്റ്റങ്ങൾ വാങ്ങുന്നതും പരിപാലിക്കുന്നതും വളരെ ചെലവേറിയതാണ്. എന്നാൽ വലിയ തുക മുടക്കാതെ തന്നെ പാശ്ചാത്യ റോക്കറ്റുകൾക്ക് തുല്യമായ പ്രകടനം നൽകാൻ ഇന്ത്യയുടെ ഗൈഡഡ് പിനാകയ്ക്ക് സാധിക്കും. ഓരോ ഗൈഡഡ് പിനാക റോക്കറ്റിനും ഏകദേശം 70 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. ഇതിന് വിപരീതമായി അമേരിക്കയുടെ ഹിമാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഓരോ റോക്കറ്റിനും $1.5 ലക്ഷം മുതൽ $2 ലക്ഷം വരെ വില വരും. വലിയ തുക ലാഭിക്കാനും ദീർഘകാല പോരാട്ടങ്ങൾക്ക് സൈന്യത്തെ സജ്ജമാക്കി നിർത്തുമ്പോഴും ചെലവ് കുറയ്ക്കാനും പിനാക തിരഞ്ഞെടുക്കുന്നതിലൂടെ സാധിക്കും. പണം ലാഭിക്കുന്നതിനോടൊപ്പം ഒരു വലിയ പ്രദേശത്തേക്ക് ധാരാളം റോക്കറ്റുകൾ ഒരുമിച്ച് തൊടുത്തുവിടുന്ന രീതിക്ക് പകരം കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മാത്രം ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് ഇതിലൂടെ ഈജിപ്ത് നടത്തുന്നത്. കൃത്യതയില്ലാത്ത റോക്കറ്റുകൾ ഉപയോഗിച്ച് ഒരു വലിയ പ്രദേശം മുഴുവൻ ആക്രമിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ശത്രുവിൻ്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ കൃത്യതയോടെ വേഗത്തിൽ തകർക്കുന്നതാണെന്ന് സമീപകാല യുദ്ധങ്ങളും തെളിയിക്കുന്നു. അത്യാധുനിക സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന ഗൈഡഡ് പിനാക ശത്രുക്കളുടെ കമാൻഡ് സെന്ററുകൾ, റഡാർ സ്റ്റേഷനുകൾ, സപ്ലൈ ഹബ്ബുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ കൃത്യതയോടെ തകർക്കുന്നതാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാതെ തന്നെ കുറഞ്ഞ എണ്ണം റോക്കറ്റുകൾ ഉപയോഗിച്ച് പ്രധാന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇത് സഹായിക്കുന്നു. പരിഷ്കരിച്ച പിനാക റോക്കറ്റുകൾക്ക് 45 മുതൽ 60 കിലോമീറ്റർ വരെയും ഗൈഡഡ് പിനാകയ്ക്ക് 75 മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ സാധിക്കും. കൂടാതെ 120 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പുതിയൊരു ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. മറ്റ് സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ ലോഞ്ചർ ഉപയോഗിച്ച് തന്നെ വിവിധതരം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ പിനാകയ്ക്ക് സാധിക്കും. ഒരൊറ്റ ലോഞ്ചർ ഉപയോഗിക്കുന്നത് അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കുകയും സ്പെയർ പാർട്സുകളുടെ ആവശ്യം കുറയ്ക്കുകയും സൈനികരുടെ പരിശീലനം ലളിതമാക്കുകയും ചെയ്യും. ദീർഘകാലത്തേക്കുള്ള മൊത്തം ചെലവ് കുറയ്ക്കാനും ഈ സംവിധാനം സഹായിക്കും. പിനാക സിസ്റ്റത്തോടുള്ള ഈജിപ്തിൻ്റെ താൽപ്പര്യം ലോകരാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ കൂടിയാണ് കാണിക്കുന്നത്. അമേരിക്ക, യൂറോപ്പ്, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനിക ഉപകരണങ്ങൾ ഈജിപ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വിവിധ രാജ്യങ്ങളുമായി പ്രതിരോധ പങ്കാളിത്തം പുലർത്തേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് സമീപകാലത്തെ ആഗോള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. പരമ്പരാഗതമായി ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വെക്കാറുള്ള രാഷ്ട്രീയ നിബന്ധനകളൊന്നുമില്ലാതെ തന്നെ വിശ്വസനീയവും അത്യാധുനികവുമായ സൈനിക ഉപകരണങ്ങൾ ഒരു നിഷ്പക്ഷ പങ്കാളി എന്ന നിലയിൽ നൽകാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധ സംവിധാനങ്ങൾ വിജയകരമായി ഉപയോഗിക്കുന്നത് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയുമാണ്. പിനാകയ്ക്ക് പുറമെ തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തമാക്കുന്നതിനായി ഇന്ത്യയുടെ ആകാശ് മിസൈൽ സിസ്റ്റത്തിലും ഈജിപ്ത് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമുദ്ര അതിർത്തികളെ സംരക്ഷിക്കുന്നതിനായി ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങുന്നതിനുള്ള സാധ്യതകളും അവർ ആരായുന്നുണ്ട്. ഈ കരാറുകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കേവലം ഒരു ആയുധ ഇടപാടിനപ്പുറം ഭാവിയിലുള്ള ഒരു സംയുക്ത നിർമ്മാണം, സാങ്കേതികവിദ്യ കൈമാറ്റം എന്നിവയുൾപ്പെടുന്ന ദീർഘകാല സൈനിക പങ്കാളിത്തത്തിന് കൂടിയായിരിക്കും തുടക്കമിടുക.